ഇവയില്ല ഇവിടെ ആഹാരമുണ്ടായെന്ന് പറഞ്ഞു. ഈ വാക്കുകൾ മനുഷ്യൻ മനസ്സിലാക്കി. എൻ്റെ ആഭരണങ്ങൾ ഓരോന്നായി വിറ്റും സമയം വെക്കും. ചെലവ് കഴിഞ്ഞ് തുടങ്ങി. കുറെ പണം കർത്താവ് ജീവിച്ചിട്ട് പാഴാക്കി കളഞ്ഞു. ഒരു ദിവസം പിതാവ് പുറത്ത് പോയിരുന്ന സമയത്ത് കർത്താവും നാത്തൂനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഞാൻ അവിടെ ഇടപെട്ടപ്പോൾ രംഗം കൂടുതൽ വഷളായി എന്ന് മനസ്സിലായതിനാൽ മൗനലംബമേ ഉള്ളു. വാഗ്വാദം മൂത്ത് കർത്താവ് നാത്തൂന് കൊടക് മർദ്ദിച്ചു. പിതാവ് രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. പകലത്തെ വിവരം അറിഞ്ഞാൽ അതിന് കാരണക്കാരി ഞാനാണെന്ന് ധരിച്ച് അദ്ദേഹം എന്നെ കളയുമെന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. ഈ അവസരത്തിൻ്റെ എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് യാതൊരു വിവരവും അറിയാതെ അതീവ ദുഃഖത്തിൽ ആയിരുന്നു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉപദേശിച്ചും കഴിഞ്ഞ് വരുമ്പോൾ ചില സഹോദരിമാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ധൈര്യമായിരിക്കുക മകളെ, ഒരു കേടും കൂടാതെ ദൈവം ഇവിടെ എത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. എൻ്റെ പിതാവ് ആ ശനിയാഴ്ച മുതൽ ശനിയാഴ്ച വളരെ ഉപവാസം നിശ്ചയിച്ചു. ഉപവാസം തീരും മുമ്പേ ഞാൻ വീട്ടിലെത്തണം എന്നതായിരുന്നു തൻ്റെ ആഗ്രഹം. ഈ ദിവസങ്ങളിലാണ് ഭർത്താവ് സഹോദരിയുമായി വഴക്കുണ്ടാക്കിയതും മർദ്ദിച്ചതും. പിതാവ് വീട്ടിലെത്തിയപ്പോൾ മകൻ്റെ മർദ്ദനമേറ്റ് അവശയായി കിടക്കുന്ന മകളെയാണ് കണ്ടത്. ഞാൻ ഭയപ്പെട്ടതുപോലെ ആ പിതൃഹൃദയം എന്നെ സംശയിച്ചു. ഞാൻ ഉറങ്ങാതെ ചെവിയോർത്ത് കിടക്കുമ്പോൾ ഇനിയും അവളെ ഞാൻ ജീവനോടെ വയ്ക്കില്ല എന്ന് പറയുന്നത് കേട്ടു. പിച്ചാത്തി തേക്കുന്ന ശബ്ദവും കേട്ടു. ഞാൻ വേഗത്തിൽ പുറത്തേക്കുള്ള കതക് തുറന്ന് ലൈറ്റ് വിട്ടു. ഭർത്താവ് നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തി. നമ്മളെ കൊല്ലും, കൂടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാനും ഇറങ്ങി ഓടാൻ ഭാവിക്കുമ്പോഴേക്കും പിതാവ് കതക് ചവിട്ടി തുറന്ന് മുറിയിൽ കിടന്നതും പുറത്ത് ലൈറ്റിട്ട് ഇരിക്കുന്നതും കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി എന്ന് ധരിച്ച് അദ്ദേഹം അട്ടഹരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഈ തക്കം നോക്കി ഞാനും വീട്ടിന് പുറത്ത് കടന്നു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അത് ഞാൻ പ്രാണരക്ഷയ്ക്കായി
അടുത്തുള്ള വീട്ടിലേക്ക് ഓടിച്ചെന്നു. പാറയ്ക്ക് മണ്ണിൽ ഉതുപ്പ് സാറിൻ്റെ വീടായിരുന്നു അത്. രാത്രിയാണെങ്കിലും എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല. അമ്മച്ചി കതക് തുറന്നു തരികയും ഞാൻ അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു. പിതാവ് എന്നെ പലയിടത്തും അന്വേഷിച്ചു. കണ്ടെത്തും വരെ വീട്ടിൽ മടങ്ങി വന്നു. പാറയ്ക്ക് മണ്ണിലെ വീട്ടിൽ ഞാൻ 3 രാപ്പകൽ കഴിഞ്ഞു. ഇത് എന്നെ ഇറക്കി വിടാൻ വളരെ ആക്രോശിച്ചു. ജീവരക്ഷയ്ക്കായി ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ അഭയം പ്രാപിച്ച പാവം പെണ്ണിനെ വിട്ട് തരികയില്ല എന്ന് അവർ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ആകെ വിഷമത്തിലായി. സ്വസ്ഥതയില്ലാത്ത ഗൃഹാന്തരീക്ഷം. ഞാൻ മറ്റൊരു വീട്ടിൽ. അദ്ദേഹത്തിന് ജോലിയില്ല. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ